മാനന്തവാടി ടൗണിനെ വിറപ്പിച്ച തണ്ണീർക്കൊമ്പൻ ഒടുവിൽ വനംവകുപ്പിന്റെ കസ്റ്റഡിയിൽ. റേഡിയോ കോളർ ഘടിപ്പിച്ച കാട്ടാനയായ തണ്ണീർക്കൊമ്പനെ രാമപുരയിലെ ആന ക്യാമ്പിൽ എത്തിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഇന്ന് പുലർച്ചെയാണ് എലിഫന്റ് ആംബുലൻസിൽ ആനയെ എത്തിച്ചത്. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷമാകും ആനയെ തുറന്നുവിടുക. മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഈ പ്രധാനപ്പെട്ട വിജയം എലിഫന്റ് സ്ക്വാഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആനയുടെ കാലിൽ വടം കെട്ടിയ ശേഷം കുങ്കി ആനകളുടെ സഹായത്തോടെ വാഹനത്തിന്റെ അടുത്തേക്ക് എത്തിക്കുകയായിരുന്നു. ഇന്നലെ മയക്കുവടി വെച്ചാണ് ഇവനെ മയക്കിയത്. ആദ്യം വെടിയുതിർത്തത് പാളുകയായിരുന്നു. പക്ഷേ രണ്ടാമത്തെ ദൗത്യമാണ് വിജയം കണ്ടത്. പിന്നീട് 2 ബൂസ്റ്റർ ഡോസും നൽകി. എന്നാൽ മയങ്ങാൻ അവൻ ഏറെ സമയമെടുത്തു എന്നുള്ളതാണ്. ആനയുടെ ഇടത് കാലിൽ പരിക്കേറ്റതായും റിപ്പോർട്ട് വന്നിട്ടുണ്ട്. തുടർന്ന് കുങ്കി ആനകൾ, നമുക്കറിയാം വിക്രം, സൂര്യ, സുരേന്ദ്രൻ എന്ന 3 കുങ്കി ആനകളെ ഉപയോഗിച്ചാണ് എലിഫന്റ് ആംബുലൻസിൽ കയറ്റിയത്. ബന്ദിപ്പൂർ വനത്തിൽ തുറന്നു വിട്ടേക്കുമെന്നാണ് വിവരം. ജിൻസ് വിവരങ്ങൾ പങ്കുവെക്കും. ജിൻസ്, ഇന്നലെ മണിക്കൂറുകൾ നീണ്ട ദൗത്യം എലിഫന്റ് സ്ക്വാഡിന്റെ ഭാഗത്ത് നിന്ന് രണ്ടാം വെടി അത് ലക്ഷ്യം, മയക്കുവെടി അത് ലക്ഷ്യം കാണുന്നു. പിന്നീട് ബൂസ്റ്റർ ഡോസുകൾ വെക്കുന്നു. എത്ര ശ്രമകരമായിരുന്നു ഈ വനവകുപ്പിന് ഈ ദൗത്യം? രഞ്ജിത്ത്, 17 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലായിരുന്നു ഈ തണ്ണീർക്കൊമ്പനെ തളയ്ക്കാൻ വനംവകുപ്പിന് ആയത്. എന്തായാലും വലിയ ആശ്വാസം നൽകുന്ന ഒരു വാർത്തയായിരുന്നു, ഈ ദൗത്യമായിരുന്നു ഇന്നലെ നടന്നത്. മയക്കുവെടി വെച്ച് മണിക്കൂറുകളിൽ ഈ തണ്ണീർക്കൊമ്പനെ കുങ്കിയാനുള്ള സഹായത്തോടെയായിരുന്നു ഈ എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റുന്നത്. നേരം ഇരുട്ടിയായിരുന്നു. ആനയെ രാത്രി തന്നെ കർണാടകയിലേക്ക് മാറ്റുകയും ചെയ്തു. നിലവിൽ ഈ രാമപുരയിലെ ക്യാമ്പിലേക്കാണ് ഈ തണ്ണീർക്കൊമ്പനെ മാറ്റിയിട്ടുള്ളത്. ഇന്നലെ ഈ മാറ്റുന്നതിനിടെ, ഈ കുങ്കിയാനുള്ള സഹായത്തോടെ മാറ്റുന്നതിനിടെ ചെറിയ പരിക്കുകളുണ്ട്. ഈ പരിക്കുകൾ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷമായിരിക്കും ഇതിനെ വനമേഖലയിലേക്ക് വിടുക എന്നുള്ളതാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും വലിയ ആശ്വാസം നൽകുന്ന കാര്യമായിരുന്നു. ഇന്നലെ ആളുകളെ വലിയ രീതിയിലുള്ള ഭീതിയോടെയായിരുന്നു ആളുകളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ഈ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരുന്നു. ഈ വയനാട്ടിൽ മുൻപും നിരവധി തവണ ഈ കാട്ടാനകളെ മയക്കുവെടി വെച്ച് പിടികൂടിയിട്ടുണ്ടെങ്കിലും ഇത്ര ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഏറെ ശ്രമകരമായ ഒരു ദൗത്യം പൂർത്തിയാക്കിയതിന്റെ ആശ്വാസത്തിലാണ് ഇപ്പോൾ വനംവകുപ്പുള്ളത്. മണിക്കൂറുകൾ എടുത്തു ഈ പ്രധാനമായിട്ടുള്ള ഈ എല്ലാ നടപടികളും പൂർത്തിയാക്കാൻ. അതിനുശേഷമാണ് ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഒരു ഉത്തരവിറങ്ങിയത്. നേരം ഇരുട്ടാകുന്നതിന് മുൻപേ ഇതിനെ വെടിവെക്കുക എന്നതായിരുന്നു വനംവകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. എന്തായാലും ഇരുട്ട് വീഴുന്നതിന് മുന്നേ തന്നെ ഇതിനെ വെടിവെക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഈ മുത്തങ്ങിയിൽ നിന്നും അതുപോലെ തന്നെ എത്തിച്ചിട്ടുള്ള സൂര്യ, അതുപോലെ കോന്നി സുരേന്ദ്രൻ, വിക്രം കുങ്കിയാനകളെ ഉപയോഗിച്ചായിരുന്നു പിന്നീട് ഈ വനംവകുപ്പിന്റെ ദൗത്യം ആരംഭിച്ചത്. എന്തായാലും ഇതിനെ പെട്ടെന്ന് തന്നെ ഈ വാഹനത്തിലേക്ക് ഇന്നലെ രാത്രി 10:30 തന്നെ ഇതിനെ വാഹനത്തിലേക്ക് കയറ്റുന്നതിനും അതുപോലെ തന്നെ കർണാടകയിലേക്ക് കൊണ്ടുപോകുന്നതിനും വനംവകുപ്പിന് കഴിഞ്ഞു. എന്തായാലും ഇതിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷം നോക്കിയ ശേഷമായിരിക്കും ഇതിനെ വനത്തിലേക്ക് തുറന്നുവിടാനുള്ള ഒരു നീക്കം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ജനുവരി 16-നാണ് ഈ കർണാടകയിൽ വെച്ച് ഈ വനംവകുപ്പ് ഇതിനെ പിടികൂടുന്നത്. ഈ പ്രദേശത്ത് വലിയ ഭീതി വിതയ്ക്കുകയും നിരവധി കൃഷി നശിപ്പിക്കുകയും ചെയ്തതോടെയാണ് ഈ ആനയെ പിടികൂടാൻ കർണാടക വനംവകുപ്പ് ശ്രമിച്ചത്. അതിനുശേഷം ഇതിനെ റേഡിയോ കോളർ ഘടിപ്പിച്ച ശേഷം വനത്തിലേക്ക് തന്നെ വിടുകയായിരുന്നു. അവിടെ നിന്നും ഏകദേശം 200 കിലോമീറ്റർ, ഈ മാനന്തവാടിയിൽ എത്താൻ 200 കിലോമീറ്റർ എങ്കിലും ദൂരമുള്ള ഈ സ്ഥലത്തേക്ക് പിന്നീട് ഇത് എത്തുകയായിരുന്നു. എന്തായാലും ഇതിൽ എടുത്തു പറയേണ്ടത് കാര്യം, ഇത്രയും ദൂരം സഞ്ചരിച്ചപ്പോഴും ജനവാസ മേഖല, അതുപോലെ തന്നെ നഗരം, സ്കൂള്, ഇങ്ങനെയുള്ള ഈ പ്രദേശങ്ങളിലെല്ലാം എത്തിയപ്പോൾ പോലും യാതൊരു നാശനഷ്ടവും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. ഇന്നലെ രാവിലെ 6 മണിക്കാണ് ഈ കർഷകനാണ് ഇതിനെ ആദ്യം കാണുന്നത്. അതിനുശേഷം ഇത് മാനന്തവാടി നഗരസഭയിലെ പല ഭാഗങ്ങളിലായി എത്തുകയുണ്ടായി. കോടതി, ട്രഷറി, അങ്ങനെ തൊട്ടടുത്തുള്ള അതാണ് ജിൻസ് ഒരു ആശങ്കയ്ക്ക് ഉളവാക്കിയ സംഭവം. കാരണം വയനാട്ടിലെ പല സ്ഥലങ്ങളിൽ നമുക്കറിയാം കാട്ടാനകൾ എത്തിയിട്ടുണ്ട്, ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ ജനത്തിരക്കേറിയ ടൗണിലേക്ക് ഇത് എത്തുക എന്ന് പറയുമ്പോഴാണ് ഒരു ദിവസം മുഴുവൻ, ഒരു പകൽ മുഴുവൻ ആ മാനന്തവാടി ടൗണിനെ ഇത് ആശങ്കയിലാക്കിയത്. ഈ ഒരു സാഹചര്യം ഒരുപക്ഷേ ഈ പറഞ്ഞതുപോലെ ബന്ദിപ്പൂരിൽ തുറന്നു വിടുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ ആവർത്തിക്കാനുള്ള ഒരു
ഒരു പക്ഷേ അത്തരം ആവർത്തനം കൂടി ഉണ്ടായേക്കാം എന്ന ആശങ്കയും ജനങ്ങൾക്കുണ്ട്. അത് തടയണം, അത് പരിഹരിക്കണം. ഇനിയും ഇത്തരം ആനകൾ ഇറങ്ങുന്നത്, ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത്, അതിനെ തടയണം. അതിനൊക്കെയുള്ള ദൗത്യങ്ങളായിരിക്കും ഒരുപക്ഷെ ഇനിയും വനവകുപ്പ് മുന്നോട്ട് വെക്കേണ്ടി വരിക. ജനങ്ങൾക്ക് ആശ്വാസകരമായ നടപടികൾ ഉണ്ടാവുകയും വേണം. തീർച്ചയായും ഇത്തരത്തിൽ ഈ പിടികൂടിയ ആനയെ റേഡിയോ കോളർ ഘടിപ്പിക്കുകയും വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലായിരിക്കും ആന. നമ്മുടെ അരിക്കൊമ്പനൊക്കെ ഈ തമിഴ്നാട്ടിലേക്ക് പോയ സമയത്ത് പോലും അതിന്റെ സഞ്ചാരപാത കൃത്യമായി വനംവകുപ്പിന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ സഞ്ചാരപാത നിലവിൽ ഇതിന്റെ ചുമതല ഉണ്ടായിരുന്നത് മൈസൂർ വനംവകുപ്പിനാണ്. എന്തുകൊണ്ടാണ് ഇത്രയും ദൂരം ഇത് കടന്നു വന്നിട്ടും ഇതിന്റെ സഞ്ചാരപാത മനസ്സിലാക്കാൻ വനംവകുപ്പിന് കഴിയാത്തത് എന്നുള്ളത് പരിശോധിക്കേണ്ട കാര്യമാണ്. എന്തായാലും വലിയ നാശനഷ്ടമൊന്നും വരുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസം നൽകുന്ന കാര്യം. എന്തായാലും ഈ നിലവിൽ പിടികൂടിയ ഈ തണ്ണീർ കൊമ്പനെ ഇനി കാട്ടിലേക്ക് വിടുമ്പോഴും വീണ്ടും ഇത്തരത്തിൽ ജനവാസ മേഖലയിൽ എത്താതിരിക്കാൻ വനംവകുപ്പ് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യമാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. വയനാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശങ്ക നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വന്യമൃഗത്താൽ പൊറുതിമുട്ടുന്ന ഒരു സ്ഥിതിയാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കാട്ടാനയും അതുപോലെ തന്നെ കടുവയും കരടിയും എല്ലാം ഇവിടെ നാട്ടിൽ ഇറങ്ങി ഇത്തരത്തിൽ ഭീതി വിതയ്ക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബർ മുതലാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു വന്യമൃഗം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വയനാട് വാഗേരിയിലുള്ള ഒരു മൂടക്കൊല്ലി ക്ഷീരകർഷകനെ കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെ വയനാടിന്റെ പല ഭാഗങ്ങളിലും കടുവാക്രമണം രൂക്ഷമായിരുന്നു. പുലി ഇറങ്ങി. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ 2 ആഴ്ച മുൻപ് ഈ മാനന്തവാടി അതുപോലെ തന്നെ വെള്ളമുണ്ടായി ഈ പ്രദേശങ്ങളിലെല്ലാം തന്നെ കരടി എത്തുകയും ജനവാസ മേഖലയിൽ ഭീതി വിതയ്ക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 5 ദിവസത്തെ പ്രയത്നത്തിലൊടുവിലായിരുന്നു ഇതിനെ കാട് കയറ്റാൻ വനം വകുപ്പിന് കഴിഞ്ഞത്. ഈ തണ്ണീർ കൊമ്പന്റെ കേസിലും ഇവിടെ ജനവാസ മേഖലയിൽ എത്തിയപ്പോൾ പോലും വനം വകുപ്പിന് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നതിനെ തിരിച്ച് കാട് കയറ്റാൻ സാധിക്കാത്ത ഒരു സ്ഥിതിയായിരുന്നു. 20 കിലോമീറ്റർ അകലെയായിരുന്നു ഈ കാടുണ്ടായിരുന്നത്. ഇതിന്റെ ഈ ഭാഗങ്ങളിലെല്ലാം തന്നെ ജനവാസ മേഖലയും സ്കൂളും അതുപോലെ തന്നെ മറ്റുള്ള ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ ഇതിനെ തിരിച്ച് കാട് കയറ്റുക എന്നുള്ളത് വലിയ ഒരു ശ്രമകരമായ ഒരു കാര്യമായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇതിനെ ഈ പ്രദേശത്ത് തന്നെ വെച്ച് മയക്കുവെടി വെക്കാൻ വനംവകുപ്പ് തീരുമാനിച്ചത്. എന്തായാലും വിജയം, ഈ ഇതിനെ പിടികൂടാനുള്ള ദൗത്യം എന്തായാലും വിജയിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഈ ആനയുടെ കാലുകൾക്ക് പരിക്കേറ്റുണ്ട് എന്ന വിവരം പുറത്തു വരുന്നുണ്ട്. നിരീക്ഷണം ഒരുപക്ഷെ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടാകും. കാരണം ആരോഗ്യസ്ഥിതിയും പരിശോധിച്ച് മാത്രമേ വനത്തിലേക്ക് തുറന്നു വിടൂ. ഏറ്റവും ഒടുവിൽ അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് ജിൻസ്? ഇന്നലെ 10:30 ഇതിനെ ഈ കുങ്കിയാനകളുടെ സഹായത്തോടെ ഈ എലിഫന്റ് ആംബുലൻസിൽ കയറ്റാൻ സാധിച്ചത്. ഈ സമയത്ത് ആദ്യം ഈ ഇതിനെ മാറ്റുന്നതിനിടെ വടം കെട്ടിയായിരുന്നു ഈ കുങ്കിയാനകളുടെ സഹായത്തോടെ ഈ വാഹനത്തിന്റെ അടുത്തിലേക്ക് എത്തിച്ചത്. തുടർന്ന് എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റുകയായിരുന്നു. ഇതിൽ ഈ തണ്ണീർ കൊമ്പനെ മയക്കാൻ ഈ ദൗത്യസംഘം ആദ്യം വെടിയുയർത്തി ശേഷം രണ്ടാമത് വീണ്ടും വെടിയുയർത്തിയതിനു ശേഷമാണ് ഇത് ഫലം കണ്ടത്. അതിനുശേഷമാണ് ഇതിനെ വീണ്ടും ഈ എയർ ആംബുലൻസിലേക്ക് കയറ്റാൻ, എലിഫന്റ് ആംബുലൻസിലേക്ക് കയറ്റാൻ വനംവകുപ്പിന് കഴിഞ്ഞത്. ഈ സമയത്ത് ഈ വിക്രം അതുപോലെ തന്നെ സൂര്യ ഈ കുങ്കിയാനകളുടെ സഹായത്തോടെയായിരുന്നു ഈ ആംബുലൻസിലേക്ക് കയറ്റാൻ ശ്രമിച്ചത്. ഈ സമയത്ത് ഈ കുങ്കിയാനകളുടെ കൊമ്പ് കൊണ്ടിട്ടാണ് ഇതിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. എന്തായാലും ഈ പരിക്ക് ഭേദമാകുമോ എന്നുള്ള ഒരു ഇതിന് മരുന്ന് ആ സമയത്ത് തന്നെ കൊടുത്തിരുന്നു. എങ്കിൽ പോലും കൃത്യമായി ഇതിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷമായിരിക്കും വനത്തിലേക്ക് തുറന്നു വിടുക എന്നുള്ള കാര്യമാണ് നിലവിൽ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ നിലവിലുള്ളത് ഈ രാമപുര ക്യാമ്പിലാണ്. ഇതിനുശേഷം ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ട ശേഷമായിരിക്കും ഇതിനെ തുറന്നു വിടുക അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നിലവിൽ വനംവകുപ്പ് കടക്കുക. ഏതായാലും ഇപ്പോൾ തണ്ണീർ കൊമ്പൻ വനംവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്, സ്വാധീനത്തിലാണ്. നമുക്കറിയാം, ഇന്നലെ നേരത്തെ ജിൻസ് പറഞ്ഞതുപോലെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഇവൻ കൂട്ടിലായത്. രണ്ടാമത്തെ മയക്കുവടിയിലാണ് തണ്ണീർ കൊമ്പനെ നിയന്ത്രിക്കാനായത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. രാമപുരയിലെ ക്യാമ്പിലേക്ക് ഇപ്പോൾ കൊണ്ടുപോയിരിക്കുകയാണ്. ഇപ്പോഴും നിരീക്ഷണം തുടരുകയാണ്. മാനന്തവാടിയിലെ ജനങ്ങൾ, നമുക്കറിയാം ജിൻസ്, കഴിഞ്ഞ
ഒരു ദിവസം മുഴുവൻ സ്കൂളുകളിൽ കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങരുത്, ട്രഷറിയിൽ വന്ന ആളുകൾ ഭയപ്പെട്ടു, വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചിട്ടു. അങ്ങനെ ഒരു വല്ലാത്ത അന്തരീക്ഷമായിരുന്നു അവിടെ. എന്ത് സംഭവിക്കുക എന്ന കാര്യത്തിലൊക്കെ നാട്ടുകാർക്ക് ആശങ്കയുണ്ടായിരുന്നു. ഈ തണ്ണീർക്കൊമ്പനെ പിടികൂടിയ വാർത്ത അവരെങ്ങനെയാണ് സ്വീകരിച്ചത്? രാത്രി വൈകിയാണെങ്കിലും ഈ സംഭവം നടക്കുന്നത് മുതൽ ഈ പ്രദേശത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം കൃത്യമായിട്ടുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു ഈ സ്കൂളുകളിലെ കുട്ടികളോട്. നിലവിൽ സ്കൂളിലുള്ള കുട്ടികൾ സ്കൂളിൽ തന്നെ തുടരാനും പുറത്തിറങ്ങാൻ പാടില്ല എന്നും കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതുപോലെ തന്നെ അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കിക്കൊണ്ട് കൃത്യമായി ഈ വനം വകുപ്പിന്റെ ഈ ദൗത്യത്തിൽ പങ്കുചേരണം, അതിനോട് സഹകരിക്കണമെന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന. എന്തായാലും ആളുകൾ ഇതൊന്നും വകവയ്ക്കാതെ ഈ ആനയെ കാണുന്നതിനും ഈ വനം വകുപ്പിന്റെ ദൗത്യം വീക്ഷിക്കുന്നതിനുമായി വിവിധ സ്ഥലങ്ങളിൽ നിന്നായിരുന്നു ഈ ഇവിടെ എത്തിയത്. എന്തായാലും നിലവിൽ ഈ സമയത്ത് ഈ ഭാഗങ്ങളിലെല്ലാം ഈ കുന്നുകളിലായിരുന്നു ഈ നാട്ടുകാർ നിലയുറപ്പിച്ചത്. വൈകുന്നേരം 10 മണിക്ക് ശേഷവും ഈ ആനയെ പിടികൂടി ഈ കർണാടകയിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും ആളുകൾ വലിയ ആശ്വാസത്തിലായിരുന്നു. ഈ ആനയെ കൊണ്ടുപോകുന്നത് വലിയ ആർപ്പു വിളികളും അതുപോലെ തന്നെ വലിയ ആഹ്ലാദത്തോടും കൂടിയായിരുന്നു ഇതിനെ കൊണ്ടുപോകാൻ ആളുകൾ ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ ഭീതിയൊന്നും നിലവിൽ ആശങ്കയൊന്നും നിലനിൽക്കാതെ ഇതിനെ കൊണ്ടുപോകാൻ സാധിച്ചതിൽ വനം വകുപ്പിനും വലിയ ആശ്വാസമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആനയെ പിടികൂടി ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട നിരീക്ഷണങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ്. ഇവനൊരു ആക്രമണശക്തനായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇതിൻ്റെ ഒരു കളറ് മാറിയേനെ. ഒരു വാഹനം പോലും തകർന്നില്ല, കാരണം ആരെയും ഉപദ്രവിച്ചില്ല. അത് വലിയൊരു ആശ്വാസമായി. ഒപ്പം ഇതിനെ ജനവാസ മേഖലയിൽ കൂടെയുള്ള സഞ്ചാരമുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ജെൻസ് പറഞ്ഞ പോലെ സമാധാനപ്രിയനാണ് തണ്ണീർക്കൊമ്പൻ എന്നും വ്യക്തമാകുന്നുണ്ടല്ലേ? തീർച്ചയായും. കഴിഞ്ഞ കർണാടകയിൽ ഈ പ്രദേശത്തെല്ലാം വലിയ ചെറിയ രീതിയിലെങ്കിലും ഭീതി വിതയ്ക്കുകയും അതുപോലെ തന്നെ നിരവധി കൃഷി നശിപ്പിക്കുകയും ചെയ്തതോടെയാണ് അവിടുത്തെ വനം വകുപ്പ് ഇതിനെ പിടികൂടാൻ കഴിഞ്ഞത്. പക്ഷേ വയനാട്ടിലെത്തിയ ഈ കാട്ടാന എന്തായാലും വലിയ നാശനഷ്ടങ്ങളൊന്നും വരുത്തിയില്ല എന്നുള്ളത് ഭയങ്കര ആശ്വാസകരമായ ഒരു കാര്യം തന്നെയാണ്. ഈ വരുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ ജനവാസ മേഖലയുണ്ട്, മറ്റുള്ള സ്കൂളുകൾ, കെട്ടിടങ്ങൾ, ഇതെല്ലാം ഉള്ളപ്പോൾ പോലും യാതൊരു പ്രകോപനമോ ഇല്ലാതെയാണ് ഇത് എന്തായാലും ഈ പരിസരങ്ങളിലെല്ലാം നടന്നത് എന്നുള്ളത് ഭയങ്കര കാര്യം തന്നെയാണ്. എന്തായാലും ഈ മേഖലയിലെല്ലാം കർഷകരും കൃഷിക്കാരും കൃഷിയൊക്കെ ഉള്ളതാണ്. പക്ഷെ മറ്റു കൃഷികളൊന്നും നശിപ്പിക്കാതെയായിരുന്നു ഇതിന്റെ സഞ്ചാരം എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് രഞ്ജിത്ത്. തീർച്ചയായും മാനന്തവാടിയിലെ ജനവാസ മേഖലയിൽ ഇന്നലെ പകല് മുഴുവൻ ഭീതി വിതച്ച കാട്ടാന, അതും റേഡിയോ കോളർ ഘടിപ്പിച്ച, ഇന്നലെ മാനന്തവാടി നിവാസികൾ ഉണർന്നത് ഈ റേഡിയോ കോളർ ഘടിപ്പിച്ചൊരു കാട്ടാന തങ്ങളുടെ നഗരത്തിലൂടെ, തങ്ങളുടെ കൺമുമ്പിലൂടെ നടന്നു പോകുന്നത് കണ്ടാണ്. ഭീതിയിലായിരുന്നു. വനംവകുപ്പ് 6 മണിക്കൂറിനുള്ളിൽ വെടിവെക്കാൻ ഉത്തരവിടുന്നു. സർക്കാരിൻ്റെ ഉത്തരവ് വരുന്നു. തുടർന്ന് വെടിവെക്കുന്നു. രണ്ടാമത്തെ മയക്കുവെടിയിൽ ആന മയങ്ങുന്നു. തുടർന്ന് രാത്രി ഈ കുങ്കി ആനകളുടെ സഹായത്തോടെ അവനെ എലിഫൻ്റ് ആംബുലൻസിൽ കയറ്റുന്നു. അങ്ങനെ ഏറെ നിർണായകമായ, ഏറെ ആശങ്കാജനകമായ ഒരു സാഹചര്യം കടന്ന് ഇന്ന് ആശ്വാസത്തിൻ്റെ ഒരു ദിനമാകും, ഒരു പകലാകും മാനന്തവാടി നിവാസികൾക്ക് എന്നുള്ളതാണ്. ജിൻസാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മനോരമ